ഈ വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ മനസ്സാകെ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന മാതാ വൈഷ്ണവ ദേവിയുടെ ദർശനം വളരെ ഭംഗിയായി യാതൊരു തടസ്സങ്ങളില്ലാണ്ട് ഞങ്ങൾക്ക് കിട്ടി. മുമ്പ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ അമ്മയും ചിറ്റയും ഒക്കെ വൈഷ്ണവദേവിയെ പറ്റി ധാരാളം പറയുമായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലെങ്കിലും കട്രയും അതിൻ്റെ വശങ്ങളൊക്കെ കേട്ട് നല്ല പരിചിതമായിരുന്നു. അമ്മ വിളിക്കുമ്പോൾ മാത്രമേ നമുക്കിവിടെ എത്താൻ പറ്റുകയുള്ളൂ. എത്തിയാൽ മാത്രം പോരാ, ഇവിടെ എത്തിയാലും കാലാവസ്ഥയും എല്ലാം അനുകൂലമായാൽ മാത്രമേ നമുക്ക് അമ്മയുടെ ദർശനം ലഭിക്കുകയുള്ളൂ. ഇന്ന് രാവിലെ ഞങ്ങൾ എണീറ്റപ്പോൾ ഉണ്ടല്ലോ നല്ല മഴയും ഇടിവെട്ടുമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അമ്മയും ഞങ്ങൾക്ക് ദർശനം കിട്ടുമോ നല്ലവണ്ണം കൊടുങ്ങല്ലൂരമ്മയെ മനസ്സിരുത്തി ഒരുമിച്ചല്ലാണ്ട് പ്രാർത്ഥന നടത്തി ഞങ്ങൾ ഇറങ്ങി. വിചാരിച്ച പോലെ അത് കയറാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നത് ഞങ്ങൾ ബാറ്ററി ക്യാബ് ബുക്ക് ചെയ്ത കാരണം വേഗം കയറാമെന്നായിരുന്നു. പക്ഷേ ഒന്നും അത്ര എളുപ്പമല്ല അല്ലേ? ഏറ്റവും നല്ലൊരു അനുഭവം കിട്ടണമെങ്കിൽ നമ്മൾ വളരെ കഠിനമായ പാതയിലൂടെ പോയാൽ മാത്രമേ നമുക്ക് വളരെ നല്ലത് കിട്ടുള്ളൂ. അതുപോലെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കയറ്റം. ഞങ്ങൾ ഏകദേശം കട്രയിൽ നിന്ന്, അതായത് താഴെ നിന്ന് ഭഗവതിയുടെ സ്ഥലം വരെ 11.5 കിലോമീറ്റർ ഉണ്ട്. അതിൽ അർദ്ധകുമാരിയിൽ നിന്ന് മാത്രമേ ബാറ്ററി ക്യാബ് കിട്ടുകയുള്ളൂ. താഴെ നിന്ന് ഏകദേശം 6 കിലോമീറ്ററോളം നടന്നു വേണം അർദ്ധകുമാരിയിൽ എത്താൻ. ഓരോ തിരിവ് കഴിയുമ്പോഴും ഞങ്ങൾ ചോദിക്കും എത്താറായോ എന്ന്. പക്ഷേ അപ്പോഴും പറയും 4 കിലോമീറ്റർ ബാക്കിയുണ്ടെന്ന്. നാട്ടിൽ ഒരടി പോലും നടക്കാത്ത എനിക്ക്, അതായത് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അപ്പം വണ്ടി എടുക്കും. ആ 6 കിലോമീറ്റർ നടന്ന് കയറിയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ശരീരത്തിന് ഘനമില്ലാത്ത അവസ്ഥയായിരുന്നു. ഇവിടേക്ക് വരുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് അടുക്കളയിൽ നല്ലൊരു വീഴ്ച വീണ് തണ്ടലും വേദനയും ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയെ കാണാനുള്ള സന്തോഷത്തിൽ ഞാൻ ആ വേദനയൊക്കെ മറന്നു കേട്ടോ. കൂടെ ഉണ്ടായിരുന്ന അമ്മയ്ക്കും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കുട്ടികളൊക്കെ പതുക്കെ കയറിയപ്പോൾ ഞാനും അമ്മയും ആദ്യം കയറി ബാറ്ററി ക്യാബ് വരെ എത്തി. അവിടെ എത്തി അമ്മയുടെ സ്ഥലം കണ്ടപ്പോൾ അമ്മേ പറഞ്ഞറിയിക്കാൻ വയ്യ. അവിടെ നമ്മൾ വിചാരിക്കണ വലിയ അമ്പലമൊന്നും അല്ല കേട്ടോ വൈഷ്ണവദേവി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കാണുക. മല കയറി മുകളിലെത്തുമ്പോൾ ഒരു ഗുഹ കാണാം. ആ ഗുഹയിൽ 3 കല്ലുകളായിരിക്കണത്, യാതൊരു അലങ്കാരവുമില്ലാതെ. അത് നടുക്ക് ലക്ഷ്മി ദേവിയും മഹാസരസ്വതിയും മഹാകാളിയുമാണ് ഇരിക്കുന്നത്. പിന്നെ നവരാത്രിയുടെ ബഹളങ്ങൾ കഴിഞ്ഞ കാരണം അധികം നമുക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ധാരാളം പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് സ്വർഗ്ഗലോകത്തെത്തിയ പ്രതീതിയായിരുന്നു. എന്തായാലും അമ്മയ്ക്ക് വളരെ 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 നന്ദി പറഞ്ഞുകൊണ്ട് ബാക്കി വിശേഷങ്ങളുമായി നാളെ വരാം കേട്ടോ. ഓക്കെ.